കാസർഗോഡ് BLOയെ കയ്യേറ്റം ചെയ്ത CPM നേതാവ് റിമാൻഡിൽ. ദേലമ്പാടിയിൽ BLOയെ കയ്യേറ്റം ചെയ്ത CPM പഞ്ചായത്ത് അംഗവും ലോക്കൽ സെക്രട്ടറിയുമായ A. സുരേന്ദ്രനാണ് റിമാൻഡിലായത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത്. ബൂത്തിലെ ഒരു വീട്ടിൽ നേരിട്ട് ഫോം നൽകിയില്ല എന്നാരോപിച്ചായിരുന്നു കയ്യേറ്റം. അരുൺ പൂപ്പറമ്പ, പോലീസ് ഉടൻ കേസെടുത്തു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ദേലമ്പാടിയിൽ ഒരു BLOയാണ് ഇയാൾ കൈകാര്യം ചെയ്തത്. ഇയാൾ എന്താ വിചാരിച്ചത്? BLOമാരെ കയ്യേറ്റം ചെയ്യാനും ഒക്കെ ഇയാൾ ആരാണ്? എന്താ സംഭവിച്ചത് അരുൺ പൂപ്പറമ്പ? അരുൺകുമാർ, ആ കയ്യേറ്റം ചെയ്തതിന്റെ കാരണമാണ് കാണേണ്ടത്. അതായത് ഒരു വീട്ടിൽ നേരിട്ട് ഫോം കൊടുത്തില്ല. അവിടെ വീട്ടിൽ പോയപ്പോൾ BLO പോയപ്പോൾ അവിടെ ആളുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അയൽവാസിയുടെ വീട്ടിലാണ് ആ ഫോം കൊടുത്തത്. ഇത് പറഞ്ഞാണ് ഈ കയ്യേറ്റം ഉണ്ടായത്. ആദ്യം അസഭ്യം പറഞ്ഞു, പിന്നീട് കയ്യേറ്റമുണ്ടായി. ഇന്നലെ ദേലമ്പാടി പഞ്ചായത്തിലെ 78 നമ്പർ ബൂത്തിൽ അവിടെ ഈ ഫോം വിതരണവും ഈ പൂരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിന് നടപടിക്രമങ്ങളുടെ ഭാഗമായി അവിടെ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു. ആ ക്യാമ്പിലേക്കാണ് CPMന്റെ ലോക്കൽ സെക്രട്ടറിയും അതോടൊപ്പം അവിടുത്തെ 8ാം വാർഡ് പഞ്ചായത്ത്. ഞാൻ തിരിച്ചു വരാം. ഇപ്പോൾ ഗോവിന്ദം മാഷിന്റെ പ്രതികരണം വന്നിരുന്നു. തുടരാം. 8ാം വാർഡ് മെമ്പറും CPMന്റെ പാണ്ടി ലോക്കൽ സെക്രട്ടറിയുമായിട്ടുള്ള സുരേന്ദ്രൻ ആ ക്യാമ്പിലെത്തുന്നു. ക്യാമ്പിലെത്തിയതിനു ശേഷം BLO ആയിട്ടുള്ള അജിത്തിനോട് ഈ കാര്യം എന്തുകൊണ്ടാണ് നേരിട്ട് ഫോം കൊടുത്തില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആദ്യം അസഭ്യം പറയുന്നു. പിന്നീട് കയ്യേറ്റത്തിലേക്ക് കടക്കുന്നു. ഇതിനെ തുടർന്ന് ഈ കയ്യേറ്റം കഴിഞ്ഞ ഉടൻ തന്നെ ജില്ലാ കളക്ടർക്കാണ് ആദ്യം അജിത്ത് പരാതി നൽകിയത്. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് പോലീസിൽ രേഖാമൂലം പരാതി നൽകുകയും പോലീസ് കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിച്ചു. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ഈ CPM ലോക്കൽ സെക്രട്ടറി ആയിട്ടുള്ള A. സുരേന്ദ്രനെതിരെ കേസെടുത്തു. അറസ്റ്റ് ചെയ്യുകയും ഇപ്പോൾ അയാൾ റിമാൻഡിലായിട്ടുണ്ടെന്ന് വിവരമാണ് ലഭിക്കുന്നത്. നമുക്കറിയാം BLOമാർ നേരിടുന്ന മാനസിക സമ്മർദ്ദം, അതിൻ്റെ വിവരങ്ങളൊക്കെ വാർത്തകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. എന്നിട്ടും ഒരു ചെറിയ കാരണത്തിന്റെ പേരിൽ BLOയെ കയ്യേറ്റം ചെയ്തു. ആ കയ്യേറ്റം ചെയ്തതിലാണ് പോലീസ് കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിച്ചിട്ടുള്ളത്. എന്തായാലും CPM നേതാവ് ഇപ്പോൾ ജയിലിലാണ്. അരുൺകുമാർ, എന്താണ് ഈ CPM നേതാവ് വിചാരിച്ചു വെച്ചത്? പാർട്ടി അധികാരത്തിലുണ്ടെന്ന് കരുതി എന്തു തോന്നിവാസവും കാണിക്കാമെന്നു. BLOയെ അപ്പുറത്തെ വീട്ടിൽ BLO ഫോം കൊടുത്തതിന് BLOയെ കയ്യേറ്റം ചെയ്യുക. ആരാണ് ഈ ചങ്ങായി? പ്രിയപ്പെട്ടവരെ, നമുക്കൊരു ചെറിയ ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. പ്രധാനപ്പെട്ട വാർത്തകളുമായി സംഭവബഹുലമായൊരു വാർത്താ പകലിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം